ഈ മലയാളത്തിലെ ഒരുപാട് സിനിമകൾ തമിഴിലേക്കും ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ട്, ചിലത് പാളിപ്പോയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ഒരു റീമേക്ക് സിനിമ അവിടുത്തെ ഒരു നടൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു സിനിമയായി മാറി. ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പത്ത് വയസ്സ് മുതൽ അഭിനയ രംഗത്തുള്ള ആളാണ് നമ്മുടെ ദളപതി വിജയ്. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അച്ഛൻ്റെ സിനിമകളിലൂടെയൊക്കെ വന്ന് പിന്നീട് ഒരു 92 ആയപ്പോൾ, അതായത് എനിക്കൂടെ 84 ആദ്യം തുടങ്ങുന്നത്, പിന്നെ 92 ആയപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അന്നൊരു 18 വയസ്സ് 19 വയസ്സാകുമ്പോൾ തന്നെ നായകനായിട്ട് വന്നു. പക്ഷേ കുറേ പരാജയങ്ങൾ സംഭവിച്ചു. അങ്ങനെ പിന്നെ പരാജയവും വിജയമൊക്കെ ആയിട്ടൊരു 10-12 സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് 97 ഒരു സിനിമ, അത് നമ്മുടെ മലയാളത്തിലെ തന്നെ വളരെ ഹിറ്റായ ഒരു സിനിമ അനീതി പ്രാവിൻ്റെ. നിങ്ങൾ പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എങ്കിൽ അതിലെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ അടുത്ത് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് വായിച്ചു. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ ഒരു സിനിമ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, അതായത് അനീതി പ്രാവ് ഇവിടെ 97 വിഷുവിന് ഇറങ്ങുന്നു. അത് വളരെ സൂപ്പർ ഹിറ്റ് ആവുന്നു. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു നായകനെ മലയാള സിനിമയിലേക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ശാലിനി, ബേബി ശാലിനിയായിട്ട് വന്ന് തെന്നിന്ത്യൻ മുഴുവനും ഒരു കാലത്ത് തിളങ്ങിയിരുന്ന ശാലിനി വലുതായ ശേഷമുള്ള ശാലിനിയുടെ ഒരു തിരിച്ചുവരവ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു അനീതി പ്രാവ്. ഫാസിൽ എന്ന് പറയുന്ന സംവിധായകനും അതിനു മുമ്പ് നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത് പരാജയമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അനീതി പ്രാവിലൂടെ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ ഒരുപാട് പേരെ ഓഡീഷനും ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിലെ നടനായ വിനീതിനെയും, അതുപോലെ തന്നെ കുറേ പേരെ, വിനീതിനെയൊക്കെ അന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു പുതുമുഖം തന്നെ വേണമെന്ന രീതിയിൽ അവസാനം കുഞ്ചാക്കോവിലേക്ക് എത്തി. അങ്ങനെ അത് കഴിഞ്ഞാൽ സിനിമയുടെ ഹിറ്റാവുന്നു. ഈ സിനിമ ഹിറ്റായ ശേഷം ഇത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു. അപ്പോൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അന്ന് ഫാസിലിൻ്റെ മനസ്സിൽ ആദ്യം ഒരു പുതുമുഖ നായിക മതി എന്നായിരുന്നു ഫാസിലിൻ്റെ. പക്ഷേ ശാലിനിക്ക് ആ ഒരു വേഷം തന്നെ ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ ശാലിനി തന്നെ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചിട്ടാണ് ആ റോള് ചെയ്തത്. പിന്നെ നായകൻ അന്ന് കാതൽ ദേശം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ എന്താ പറയുക, ഒരു എല്ലാവരുടെയും യുവാക്കളുടെ ഹരമായി മാറിയ ഒറ്റ സിനിമ കൊണ്ട് തന്നെ, ഒറ്റ രാത്രി കൊണ്ട് തന്നെ സ്റ്റാറായി മാറിയ ഒരു നടൻ അബ്ബാസിനെയായിരുന്നു അന്ന് ഫാസിലിൻ്റെ മനസ്സിൽ. അബ്ബാസിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ പല കഥകളുണ്ട്. അത് ഈ അടുത്ത് അബ്ബാസ് അഭിനയ രംഗത്ത് നിന്നൊക്കെ മാറി അബ്ബാസ് ഇപ്പോൾ വിദേശത്തൊക്കെയാണ്. പക്ഷെ നാട്ടിലേക്ക് തിരിച്ചുന്ന സമയത്ത് അബ്ബാസിനോട് ഇതിനെക്കുറിച്ചൊരു മീഡിയയിലൊക്കെ ചോദിച്ചപ്പോൾ അബ്ബാസ് ഇതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ടൊന്നും അബ്ബാസ് പറഞ്ഞില്ല എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ. 2-3 സിനിമകൾ അബ്ബാസ് ഇതുപോലെ തന്നെ റിജക്റ്റ് ചെയ്ത സിനിമകളെക്കുറിച്ച് പറയുന്നതിൽ ഈ ഒരു സിനിമയാണ് പ്രധാനമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യുന്ന. ഒരുപാട് ഗോസിപ്പ് അന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞത് അന്ന് അബ്ബാസിൻ്റെ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ ചില ഫാസിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കൊണ്ട് ഡേറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പാളിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ വിജയ് കയറി വരുന്നത്. അപ്പം അന്ന് വിജയ് അബ്ബാസിനെക്കാട്ടും സീനിയറാണ്. പക്ഷേ അബ്ബാസാണ് അന്നൊരു പെട്ടെന്ന് ഒരു വലിയൊരു സൂപ്പർ ഹിറ്റിൽ നിൽക്കുകയാണ്. അന്ന് കാതൽ ദേശം സിനിമ നമുക്കറിയാം. അപ്പോൾ ആ റോളിന് അബ്ബാസ് ആപ്റ്റ് തന്നെയായിരുന്നു. കാരണം വിജയ് അതിന് മുമ്പ് അധികം അങ്ങനത്തെ റോളുകളൊന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ആ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ അബ്ബാസ് ആയിരുന്നെങ്കിൽ അതൊരു വേറൊരു തരത്തിലുള്ള ഒരു സിനിമയായിട്ട്, കാരണം അബ്ബാസിൻ്റെ ഒരു ലുക്കും അന്നത്തെ ഒരു ഇമേജൊക്കെ വെച്ചിട്ട് ഫാസിൽ അത് തന്നെയായിരിക്കും കരുതിയത്. പക്ഷേ വിജയാണ് ആ ഒരു സിനിമയിലേക്ക് വന്നത്. ആ ഒരു സിനിമയ്ക്ക് വിജയ് 18 ലക്ഷം രൂപയാണ് അന്ന് വിജയുടെ റെമ്യൂണറേഷൻ. അന്ന് കോടികൾ വാങ്ങുന്ന മറ്റ് സൂപ്പർ താരങ്ങൾ രജനീകാന്ത് മുതൽ അങ്ങോട്ട് താഴോട്ട് ഒരുപാട് പേരുണ്ട് അന്ന് വിജയനെക്കാട്ട് റെമ്യൂണറേഷനൊക്കെ മേടിക്കുന്നത്. പക്ഷേ വിജയ് 18 ലക്ഷം രൂപയാണ് ആ സിനിമയ്ക്ക് മേടിച്ചത്. ആ ഒരു സിനിമ റിലീസായ ശേഷം വിജയുടെ റെമ്യൂണറേഷൻ കോടികളിലേക്ക് കടന്നു. 1 കോടി. പിന്നീട് അങ്ങോട്ട് വിജയ്ക്ക് കുറേ ഹിറ്റുകളൊക്കെ സംഭവിച്ചു. വിജയ്ക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയും കൂടിയാണ് കാതലിക്ക് മര്യാദ. ആ ഒരു സിനിമയ്ക്ക് അന്ന് 97 വിജയും പാർത്ഥിബനും, ഇവർ 2 പേർക്കും കൂടിയാണ് ആ വർഷം അവാർഡ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു പാർത്ഥിബൻ്റെ ഭാരതി കണ്ണമ്മ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ 2 സിനിമകളെ കൂടി എന്താ പറയുക, അത് സിനിമ സൂപ്പർ ഹിറ്റുമായി, അവാർഡും കിട്ടി. അങ്ങനെ വിജയ് അവിടെ ഒരു ടോപ്പ് ലീഗിലോട്ട് അങ്ങനെ കയറി വന്ന ഒരു സിനിമ കൂടിയാണ് കാതലിക്ക് മര്യാദ. പിന്നെ കാതലിക്ക് മര്യാദ സിനിമയുടെ ആ ഒരു സിനിമ കണ്ടവരൊക്കെ അറിയാം. അതിൽ ഒരു നടന്മാരൊക്കെ, ശിവകുമാറാണ് അതിൽ തിലകൻ ചെയ്ത അച്ഛൻ വേഷം ചെയ്തത്. അന്ന് സൂര്യ സിനിമയിൽ വന്നിട്ടുള്ളൂ. ശിവകുമാർ അത് വിജയുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചതൊക്കെ അന്നൊരു കൗതുകം തന്നെയായിരുന്നു. പിന്നെ ശ്രീവിദ്യയും KP ലളിതയും ഇവരൊക്കെ തന്നെയാണ് ആ റോളുകളൊക്കെ, മലയാളത്തിലെ റോളുകൾ അവരൊക്കെ തന്നെയാണ് അതും ചെയ്തത്. പിന്നെ
ആ ഒരു സിനിമ പിന്നീട് ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രിയദർശനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ തമിഴിലെയോ മലയാളത്തിലെ പോലെ ഒരു വിജയമൊന്നും ഹിന്ദിയിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സിനിമ നമുക്കറിയാം, അതിൽ ശാലിനിയുടെ ഒരു വീട്, ആ ഒരു വീട്ടിലാണ് ക്ലൈമാക്സ്. അവസാനത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആ ഒരു സിനിമ ഇവർ ശരിക്കും പറഞ്ഞാൽ കുഞ്ചാക്കോനും ശാലിനിയിലുപരി അതിൽ ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ആണ്. അപ്പോൾ അനീത് പ്രാവായാലും ഈ കഥലിക്ക് മര്യാദയിലെ നായികയല്ല, ഇവരുടെ ആ ഒരു അച്ഛനമ്മമാരുടെ ഒരു പെർഫോമൻസിലാണ് ആ ഒരു സിനിമയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫാസിൽ പറയും, ആ ഒരു സിനിമയുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ടി ഷേപ്പിലാണ് ആ ഒരു വീട് നിൽക്കുന്നത്. എല്ലാവരും ഓരോ മൂലയിൽ നിൽക്കുന്നത്. ആ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു വീട്, അതേ വീട് തന്നെ, അതേ ഫ്രെയിംസ് തന്നെ വെച്ചാൽ മാത്രമേ പ്രേക്ഷകർക്ക് ആ ഒരു ഇമോഷൻ കൺവേ ആവുള്ളൂ. അത് പക്ഷേ ഹിന്ദിയിലൊന്നും അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ടായിരിക്കും ഹിന്ദിയിൽ പരാജയപ്പെട്ടതെന്നൊക്കെ ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഥലിക്ക് മര്യാദയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ വിജയുടെ കരിയർ മാറ്റിമറിച്ച ഒരു സിനിമയാണ്. പക്ഷെ അത് എപ്പോഴും പിന്നീട് ഞാനും ആലോചിക്കാറുണ്ട്. കാരണം അബ്ബാസ് അത് ചെയ്തിരുന്നെങ്കിൽ, അതിനുശേഷം അബ്ബാസ് പല സിനിമകളൊക്കെ ചെയ്തെങ്കിൽ കൂടിയും അബ്ബാസിനൊരു, എനിക്ക് തോന്നുന്നില്ല, കാതൽ ദേശം പോലെ ഒരു വൻ വിജയത്തിലോട്ടൊന്നും പിന്നീട് അബ്ബാസിന് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ കണ്ടുകൊണ്ടേ മൊത്തം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് റോളുകളിലേക്ക് മാറി. പിന്നെ പൂർണ്ണമായിട്ട് ഏകദേശം 2005 കഴിഞ്ഞപ്പോൾ അബ്ബാസ് ഫീൽഡിൽ നിന്ന് മാറി. അതാണ് അബ്ബാസിന് സംഭവിച്ചത്. പക്ഷേ വിജയ് എവിടെയോ എത്തി. അപ്പോൾ എന്തായാലും കഥലിക്ക് മര്യാദ എന്ന് പറഞ്ഞൊരു സിനിമയും അനീത് പ്രാവ് എത്രയോ വർഷം, 28 വർഷം കഴിഞ്ഞു അനീത് പ്രാവ്. കാരണം ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. ഇനി അനീത് പ്രാവ് വീണ്ടും റിലീസ് ചെയ്യോ എന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു രസമായിരിക്കും. കാരണം അതിലെ പാട്ടുകൾ ഒക്കെ ഇന്നും നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ തിയേറ്ററിൽ വീണ്ടും ഒരു ഓളം ഉണ്ടാക്കാൻ ചിലപ്പോൾ അതിലെ പാട്ടുകൾക്ക് സാധിക്കും. അങ്ങനെ ഒരു മാസ് സിനിമ അല്ലെങ്കിൽ കൂടിയും ആ പാട്ട് ഇന്നത്തെ ഒരു ജനറേഷൻ, അന്ന് ജനിക്കാത്ത ജനറേഷനൊക്കെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊക്കെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് തോന്നുന്നു.